തിരുപ്പള്ളി മുതൽ കോഴിക്കോട് ഡീസൽ പ്ലാന്റ് വരെ ഉദാഹരണങ്ങൾ. ഇതൊന്നും CBI കാണുന്നില്ല. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ പദ്ധതികൾക്ക് നവീകരണത്തിന് ശേഷം വൈദ്യുതി ഉൽപ്പാദനം ഗണ്യമായി കൂടി. 35 മെഗാവാട്ടായിരുന്നു മുമ്പ്, അത് ഇപ്പോൾ 59 മെഗാവാട്ടായി. ഇതും CBI കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? ആ ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ: രാഷ്ട്രീയമായി സൗകര്യപ്രദമല്ലാത്തതിനാൽ കാണുന്നില്ല എന്നതാണത്. ഏതായാലും ഒരു കണക്കിന് CBI അന്വേഷണം വന്നത് നന്നായി. ഈ കരാറിനെ ചൂഴ്ന്ന് എന്തെല്ലാം ആരോപണങ്ങളും സംശയത്തിൻ്റെ പുകപടലങ്ങളുമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. അത് ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട്. അഴിമതിയുണ്ടായി എന്ന് CBIക്ക് പറയാനാവുന്നില്ല. സ്വകാര്യ നിക്ഷേപത്തിലേക്ക് പണം പോയി എന്നും CBI പറയുന്നില്ല. ആകെ പറയുന്നത് നടപടിക്രമങ്ങളിലെ അപാകതകളെക്കുറിച്ചാണ്. എന്തായിരുന്നു ഇവിടെ കഴിഞ്ഞ 3.5 വർഷക്കാലം നടന്ന കുപ്രചാരണങ്ങൾ? പിണറായി വിജയൻ സിംഗപ്പൂരിൽ കമ്പനി നടത്തുന്നുണ്ടെന്നും പണം അതിലേക്ക് ഒഴുകി എന്നും പറഞ്ഞു. CBI സംഘം ഖജനാവിലെ പണം ഉപയോഗിച്ച് പലതവണ സിംഗപ്പൂരിൽ പോയി ആ കമ്പനിയെ തേടി. അപ്പോൾ ഒരു കമ്പനിയുമില്ല എന്ന് തെളിഞ്ഞു. ടെക്നിക്കാലിയ മലബാർ ക്യാൻസർ സെൻറ്റർ നിർമ്മാണത്തിന് ഉള്ള കൺസൾട്ടൻസി സ്ഥാപനമായിരുന്നു. ഇത് ഒരു ബിനാമി സംഘടനയാണ് എന്ന് പ്രചരിപ്പിച്ചു. സത്യം ഒടുവിൽ ഇപ്പോൾ തെളിഞ്ഞു. ടെക്നിക്കാലിയ പ്രശസ്തമായ കൺസൾട്ടൻസി സ്ഥാപനമാണ്. അതിനെ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് UDF ആണ്. UDF മന്ത്രിസഭയിൽ അംഗമായിരുന്ന MV രാഘവനാണ്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി സ്ഥാപിക്കാനുള്ള കൺസൾട്ടൻസി ടെക്നിക്കാലിയയ്ക്ക് ആയിരുന്നു. MV രാഘവനാണ് നൽകിയത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി കൺസൾട്ടൻസി ജോലികൾ അവർ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ തെളിഞ്ഞു. ഏതായാലും പിണറായി വിജയൻ്റെ സ്ഥാപനമാണെന്ന വാദം പൊളിഞ്ഞു. MV രാഘവൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ മുഖ്യ ശത്രുവിൻ്റെ സ്ഥാപനത്തിന് കൺസൾട്ടൻസി ഏജൻസി ഏൽപ്പിച്ചു കൊടുക്കില്ലല്ലോ. ഇങ്ങനെ സംശയങ്ങളുടെ പുകപടലമുയർത്തി CPIM നേതൃത്വത്തെ കൊള്ളില്ലാത്തത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. അതെല്ലാം പൊളിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ തെളിയുന്ന ചിത്രം വ്യക്തമാക്കുന്നത്. സ്വന്തം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നേടിയെടുക്കാൻ അടിസ്ഥാനപരമായ പ്രാധാന്യമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വരെ ഇടപെടുകയും വേണ്ടി വന്നാൽ അവയുടെ നീതിപൂർവമായ നടപടിക്രമങ്ങളെ അട്ടിമറിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് കേന്ദ്രത്തിലെ ഭരണരാഷ്ട്രീയത്തിൻ്റെ ചരിത്രം. ഈ പ്രക്രിയയിൽ ഇന്ത്യൻ ജുഡീഷ്യറിയെ പോലും ഭീഷണിപ്പെടുത്താൻ കേന്ദ്രത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട് എന്ന് ഈ ചരിത്രം പരിശോധിച്ചാൽ ആർക്കും ബോധ്യമാകും. അടിയന്തരാവസ്ഥയിൽ നിയമമന്ത്രിയായിരുന്നു HR ഗോഖലെ. ഭരണഘടനയുടെ 44ാം ഭേദഗതി ബില്ലിൻ്റെ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള ബന്ധത്തിന് ആശങ്കാജനകമായ മാനങ്ങൾ നൽകുന്ന ഒന്നായിരുന്നു. 78 ഒക്ടോബർ 28 ലോക്സഭാ രേഖകൾ പരിശോധിച്ചാൽ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിക്ക് നേർക്കുയർത്തിയ ഭീഷണിയുടെ ആ തെളിവ് കാണാം. ഗോഖലെയുടെ വാചകം ഇതാണ്: ഇൻ കേസ് ഓഫ് കൺഫ്രണ്ടേഷൻ ഇറ്റ് വിൽ ബി എ ബാഡ് ഡേ ഫോർ ദ ജുഡീഷ്യറി ഓഫ് ദിസ് കൺട്രി. ജുഡീഷ്യറിയെ വരുതിക്ക് നിർത്താനുള്ള ഗവൺമെൻറ്റിൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ ഭീഷണിയായിരുന്നു ഇത്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഗവൺമെൻറ്റിനെ നയിക്കുന്ന കേന്ദ്ര ഭരണകക്ഷിക്ക് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുണ്ടായ പല തീർപ്പുകളും അസൗകര്യപ്രദമായ ഘട്ടമായിരുന്നു അത്. അടിയന്തരാവസ്ഥയിൽ ജീവിച്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ച ഏക സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് HR ഖന്നയാണ്. അടിയന്തരാവസ്ഥയിൽ പൗരന് അത്തരമൊരു അവകാശം നിലനിൽക്കുന്നില്ല എന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനു വേണ്ടി അറ്റോർണി ജനറൽ നിരണ്ടെ സുപ്രീം കോടതിയിൽ വാദിച്ച ഘട്ടമാണത്. ഭൂരിപക്ഷം ജഡ്ജിമാരും നിരണ്ഡെയുടെ വാദത്തെ ശരിവെച്ചു. ജസ്റ്റിസ് HR ഖന്ന മാത്രം വിയോജനക്കുറിപ്പ് എഴുതി. ഫലമോ, HR ഖന്ന ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതെ പോയി. അടിയന്തരാവസ്ഥയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 18 ജഡ്ജിമാർ ഹേബിയസ് കോർപ്പസ് കേസുകളിൽ അനുകൂല തീരുമാനമെടുത്തു. 18 പേരെയും തൊട്ടു പിന്നാലെ സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത്. പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന കുൽദീപ് നയ്യാറുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ഡൽഹി ഹൈക്കോടതി 1975 ജൂലൈ 15 പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥയിൽ പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി ജുഡീഷ്യറി അതിൻ്റെ അധികാരം ഉറക്കെ പ്രഖ്യാപിച്ച ആദ്യ കേസായിരുന്നു അത്. ഈ വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് S രംഗരാജനെ അടുത്ത ദിവസം ഗോഹട്ടി ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി. അന്ന് രംഗരാജനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ജഡ്ജി ജസ്റ്റിസ് AN അഗർവാൾ ആയിരുന്നു. അഡീഷണൽ ജഡ്ജിയായിരുന്ന അദ്ദേഹം തരം താഴ്ത്തപ്പെട്ടു. അഗർവാളിനെ സ്ഥിരപ്പെടുത്താതെ തരം താഴ്ത്തിയതിന് പിന്നിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ താൽപ്പര്യവും അധികാര ദുർവിനിയോഗവുമാണെന്ന് ഷാ കമ്മീഷൻ പിന്നീട് കണ്ടെത്തിയിരുന്നു. ജഡ്ജിമാർ പൊതുവിൽ എതിരാവുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ്
നിയമമന്ത്രി ലോക്സഭയുടെ പരിരക്ഷ ഉപയോഗിച്ച് ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തിയത്. നമ്മുടെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർക്കുണ്ടായിട്ടുള്ള അനുഭവവും ഇവിടെ ഓർക്കാവുന്നതാണ്. ഒരു ദിവസം കാലത്ത് നിയമമന്ത്രി HR ഗോഖലെ ജസ്റ്റിസ് കൃഷ്ണയ്യരെ ഫോണിൽ വിളിക്കുന്നു. കൃഷ്ണയ്യർ ഫോൺ എടുത്തപ്പോൾ അടിയന്തരമായി ഒന്ന് കാണണം എന്നായി മന്ത്രി. കാണേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് കൃഷ്ണയ്യർ. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അലഹബാദ് ഹൈക്കോടതി അസാധുവാക്കിയിരിക്കുന്നുവെന്നും അത് നിരുപാധികമായി സ്റ്റേ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കാനാണ് കാണുന്നത് എന്ന് മന്ത്രി ഗോഖലെ അറിയിച്ചു. നിങ്ങൾക്ക് വക്കീലുണ്ടോ എന്നായി കൃഷ്ണയ്യർ. ഉണ്ട് എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ വക്കീൽ മുഖേന രജിസ്ട്രാർ മുമ്പാകെ അപ്പീൽ ബോധിപ്പിച്ചാൽ മതി എന്നും തന്നെ കാണേണ്ടതില്ലെന്നും കൃഷ്ണയ്യർ പറഞ്ഞു. ഫോൺ ഡിസ്കണക്ട് ചെയ്തു. അടുത്ത ദിവസം അപ്പീൽ പരിഗണിച്ചു. നിരുപാധികം സ്റ്റേ എന്ന ഇന്ദിരാഗാന്ധിയുടെ ആവശ്യം ജസ്റ്റിസ് കൃഷ്ണയ്യർ തള്ളി. 6 മാസം വരെ പ്രധാനമന്ത്രിയായി തുടരുന്നതിന് തടസ്സമില്ലെന്നും എന്നാൽ ലോക്സഭാംഗം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാൻ ഇന്ദിരാഗാന്ധിക്ക് അവകാശമില്ലെന്നും ആയിരുന്നു വിധി. ആ വിധിയുണ്ടായ അന്ന് രാത്രിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉണ്ടായത്. ജുഡീഷ്യറിയെ പോലും സ്വാധീനിക്കാനും വരുതിക്ക് നിർത്താനും ശ്രമിക്കാൻ മടിക്കാത്ത ഒരു കക്ഷി അതിൻ്റെ സ്വന്തം വരുതിക്ക് നിൽക്കുന്ന CBIയെ കൊണ്ട് എന്ത് ചെയ്യിക്കാനും മടിക്കില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഓരോ ഭരണഘടനാ സ്ഥാപനത്തെയും ഈ വിധത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിനും അതിനെ നയിക്കുന്ന ഭരണകക്ഷിക്കും സ്വന്തം പോലീസ് സംഘടനയായ CBIയെ കൊണ്ട് എന്ത് ചെയ്യിക്കാനാണ് മടിയുണ്ടാവുക? ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം CBI, IB, RO തുടങ്ങിയവയുടെ രാഷ്ട്രീയ ദുരുപയോഗത്തെ നോക്കിക്കാണാൻ. എന്തായിരുന്നു 95-ലെ കേരളത്തിൻ്റെ അവസ്ഥ എന്നോർക്കണം. എങ്ങും പരക്കെ അന്ധകാരമായിരുന്നു. വൈദ്യുതി വന്നുവോ എന്നറിയാൻ തീപ്പെട്ടി ഉരച്ച് നോക്കണമായിരുന്നു. പകൽ 3 മണിക്കൂർ പവർ കട്ട്, രാത്രി 1 മണിക്കൂർ പവർ കട്ട്, ലോഡ് ഷെഡിങ് വേറെ, അപ്രഖ്യാപിത പവർ കട്ട് വേറെ, വ്യവസായങ്ങളിൽ യന്ത്രങ്ങൾ ചലിക്കാത്ത പകലുകൾ, കേരളത്തിലെ വിദ്യാർത്ഥികൾ പുസ്തകം മടക്കി വെച്ച രാത്രികൾ. വ്യവസായങ്ങൾക്ക് 95% പവർ കട്ട്. കിട്ടുന്ന 5% വ്യവസായശാലകളിലെ വഴിവിളക്കുകൾ തെളിയിക്കാൻ പോലും തികയുമായിരുന്നില്ല. വ്യവസായങ്ങൾ തകർച്ചയിലായ കാലം, വൈദ്യുതിക്ക് വേണ്ടി പ്രക്ഷോഭം നടന്നിരുന്ന കാലം. അത്തരമൊരു ഘട്ടത്തിലാണ് EK നായനാരുടെ നേതൃത്വത്തിലുള്ള LDF മന്ത്രിസഭ 1996-ൽ അധികാരത്തിൽ വരുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നത് സ്വാഭാവികമായും ആ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റിയായി. വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആ ദൗത്യമാണ് അന്ന് ഏറ്റെടുത്തത്. ആ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്കാണ് AK ആൻ്റണിയും G കാർത്തികേയനും കാനഡയിൽ പോയി ഒപ്പുവെച്ച പള്ളിവാസൽ, പന്നിയാർ, ചെങ്കുളം പദ്ധതിക്കുള്ള കരാർ കൈമാറി കിട്ടുന്നത്.